He said, I want both of you to subdue the earth. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയെ അടക്കി ഭരിക്കണം എന്നാണ് ദൈവം അവരോട് ആജ്ഞാപിച്ചിരുന്നത്. That means he wanted this woman to rule and have authority. അത് സ്ത്രീയും പുരുഷനോടൊപ്പം തന്നെ ഭരിക്കുകയും അധികാരമുള്ളവളായിരിക്കുകയും ചെയ്യണമെന്ന് ദൈവം പ്ലാൻ ചെയ്തിരുന്നു. So that was God's original plan. അത് ദൈവത്തിന്റെ ആദ്യത്തെ ആഗ്രഹവും പദ്ധതിയുമായിരുന്നു. And they had an understanding that they were equal. അവർ രണ്ടുപേരും തുല്യരാണ്, ഒരുപോലെയാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യവും അവർക്കത് മുഖാന്തരം ഉണ്ടായിരുന്നു. Now when we get to the second chapter of Genesis, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ we see a closer picture of how God created the woman. അത് ദൈവം സ്ത്രീയെ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നുള്ളത് കുറെ കൂടെ വ്യക്തമായി നമുക്ക് ആ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. And the Bible says that God caused Adam to fall into a deep sleep. വേദപുസ്തകം നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു, ദൈവം ആദാമിന് ഒരു ഗാഢനിദ്ര വരുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. Go to sleep. അതെ, നന്നായിട്ട് ഉറങ്ങിക്കൂ. Go to sleep. ഗാഢനിദ്ര വരുത്തി. And do you know what God did? ദൈവം എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? The Bible says that he is getting ready to perform the first surgery in history. ഇപ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ സർജറി, ശസ്ത്രക്രിയ ചെയ്യുവാനായിട്ട് ദൈവം ഇപ്പോൾ തയ്യാറാകുകയാണ്. And so he caused Adam to go under anesthesia. ഒരു നല്ല അനസ്തീഷ്യ ഇപ്പോൾ ആദമിന് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവൻ നന്നായിട്ട് ബോധം കെട്ട് പോറങ്ങുകയാണ്. Now I have a theory about this. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു തിയറി പറയുവാനായിട്ടുണ്ട്. Has anybody in here ever been engaged? ഈ വിവാഹത്തിന് വേണ്ടി എൻഗേജ്മെന്റ് നടന്നു കഴിയുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇപ്പൊ ആ അവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടോ, എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളുകൾ? And have you ever been around a young man who is engaged to be married? അത് വിവാഹത്തിന് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട ആ യൗവനക്കാര് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ആ ഒരു കാലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? You know, that guy acts like he's under some kind of drug. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു യൗവനക്കാരൻ വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഏതാണ്ട് ഒരു മയക്കുമരുന്ന് അടിച്ചതുപോലത്തെ ഒരു നിലയിൽ അവൻ അങ്ങാകുകയാണ്. If you look at his face, he's kind of like this. അവന്റെ മുഖത്തോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മയങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വീഴാൻ പോകുന്ന പോലത്തെ ഒരു സ്ഥിതി. He's not really thinking straight. കാര്യം പെട്ടെന്ന് കാര്യങ്ങളൊന്നും അവന് ചിന്തിക്കാൻ പോലും ഇപ്പൊ കഴിയുന്നില്ല. Because he's so in love with his fiancée. കാരണം അവന് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന ആ യുവതിയുമായിട്ട് അവന്റെ ഹൃദയം സ്നേഹം കൊണ്ട് അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. It's almost like he's under anesthesia. അവൻ ഏതാണ്ട് ഒരു അനസ്തീഷ്യ കിട്ടിയതുപോലത്തെ ഒരു സ്ഥിതിയിലേക്ക് അവൻ ഇങ്ങനെ നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. And all throughout his engagement, he's just kind of wandering around in love with this girl. ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെ ആ പെൺകുട്ടിയോടുള്ളതായിരിക്കുന്ന സ്നേഹം കൊണ്ട് ആകപ്പാടെ അങ്ങ് മത്ത് പിടിച്ച് കറങ്ങി തിരിഞ്ഞിങ്ങനെ നടക്കുക. And then they have the wedding. അതിനുശേഷം വിവാഹം നടക്കുന്നു. And then that young man wakes up the next morning. അടുത്ത ദിവസം രാവിലെ അവന് എഴുന്നേറ്റ് വരുന്നു. And he goes, what have I done? അത് അവന് ഞാൻ എന്താ ചെയ്തത്, ഇതെന്താ സംഭവിച്ചത്, പെട്ടെന്ന് എന്തോ ഒന്ന് ഉണരുന്നത് പോലെ അവന് തോന്നുന്നു. Who is this woman that's next to me? ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന ഈ സ്ത്രീ, ഈ യുവതി ആരാണ്? Because he was so in love that he didn't really see reality. അവന് വാസ്തവത്തിൽ ആ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലായിരുന്നു അതിനു മുൻപുള്ള സമയങ്ങളെല്ലാം തന്നെ. That's kind of like what happened to Adam. ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ആദം ഇപ്പോൾ വന്ന് പെട്ടുകിടക്കുന്നത്. God put him to sleep. ദൈവം അവനെ ഗാഢനിദ്രയിൽ കിടത്തിയിരിക്കുന്നു. And we know that the Bible says that God took the woman out of the man. ഇപ്പോൾ വേദപുസ്തകം പറയുന്നു പുരുഷനിൽ നിന്ന് അല്ലെങ്കിൽ ആദമിൽ നിന്ന് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. Now notice that God did not take the woman out of Adam's head. ഇനിയും ആ സ്ത്രീയെ ദൈവം ഉണ്ടാക്കിയത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആദാമിന്റെ തലയിൽ നിന്നല്ല ദൈവം സ്ത്രീയെ ഉണ്ടാക്കിയത്. Because he didn't want that woman to rule over him. കാരണം ആദാമിന്റെ തലയിൽ കയറി ഇരുന്നു കൊണ്ട് ആദാമിനെ അവൾ ഭരിക്കുവാൻ ദൈവം ഇഷ്ടപ്പെട്ടിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. But he didn't take the woman out of Adam's feet either. അത് മാത്രമല്ല ആദാമിന്റെ പാദത്തിൽ നിന്നുമല്ല ദൈവം സ്ത്രീയെ ഉണ്ടാക്കിയത്. Because he didn't want the woman to be under him. കാരണം ഒരിക്കലും ഒരു പുരുഷന്റെ കീഴിൽ അമർത്തപ്പെടുന്നവളായി തീരുവാനായിട്ട് ദൈവം ആ സ്ത്രീയെ കുറിച്ച് വിചാരിച്ചിരുന്നില്ല. Where did God take the woman from? പിന്നെ ആ സ്ത്രീയെ എവിടെ നിന്നാണ് ദൈവം, പുരുഷനിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് ദൈവം എടുത്തത്? Does anyone remember? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ കാര്യം? He did this kind of surgery right here. അവന്റെ വാരിയലിന്റെ ഭാഗം അവരെ ദൈവം ഒന്ന് ശസ്ത്രക്രിയയിലൂടെ ഒന്ന് തുറന്നെടുത്തു.
The Bible says he took her from his side. അവന്റെ സൈഡിൽ നിന്ന്, അവന്റെ പാർശ്വത്തിൽ നിന്ന് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി. All of a sudden, there was a miracle. പെട്ടെന്ന് ഒരു അത്ഭുതം അവിടെ നടക്കുകയാണ്. And he took that woman out from the side of Adam. അതെ, ഇപ്പോൾ ആദാമിന്റെ പാർശ്വത്തിൽ നിന്ന് സ്ത്രീയെ ദൈവം ഉണ്ടാക്കി. Ta-da! There was this beautiful woman of God. ഇതാ പെട്ടെന്ന് ഒരു ദൈവത്തിന്റെ മകൾ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ സ്ത്രീ, അവൾ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. And then God had to wake up Adam. ഇപ്പോൾ ആദമിനെ ഇനി ഒന്ന് ഉണർത്തേണ്ടത് ആവശ്യമായിട്ട് വന്നു. Wake up. എഴുന്നേറ്റ് മോനെ ആദമേ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റു. He woke Adam up and he introduced him to Eve. ഇപ്പോൾ ആദം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ദൈവം ഹവ്വായെ ഒന്നും പരിചയപ്പെടുത്തി കൊടുത്തൊന്നുമില്ല. And Adam saw the most beautiful creature he'd ever seen in his life. അവന്റെ ജീവിതത്തിൽ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ മനോഹര രൂപിണിയായ ഒരു സൃഷ്ടി അവന്റെ മുൻപിൽ നിൽക്കുന്നത് ആദം കണ്ടു. And I think Adam must have just said, wow. ഇത് കണ്ടുകൊണ്ട് ആദം ഇതെന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞ് അവന് അത്ഭുതം കൂറി നിൽക്കുകയാണ്. Because he'd never seen something like this before. കാരണം ഇതിനു മുൻപ് ഇതുപോലൊന്നിനെ അവൻ കണ്ടിട്ടേയില്ല, ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. He was so amazed because she was like him, but she was different from him. അവൻ നോക്കുമ്പോൾ അവനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അവളെ കണ്ടാൽ അവനെ പോലെയാണെങ്കിലും അവനിൽ നിന്നെന്തോ വ്യത്യാസം അവൾക്കുണ്ട് എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. She was the perfect complement to him in every way. എല്ലാ നിലകളിലും അവന് യോജിക്കുന്നതായിരിക്കുന്ന, അവന് തുല്യമായിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ അവന്റെ മുൻപിൽ നിൽക്കുന്നത്. But Adam also understood that she was his equal, even though she was different. അവളെ കണ്ടാൽ വ്യത്യസ്തതയുണ്ടെങ്കിലും അവന് തുല്യയാണ് അവന്റെ മുൻപിൽ നിൽക്കുന്ന അവൾ എന്നുള്ള കാര്യം ആദമിന് മനസ്സിലായി. Now, Adam, I want you to come over to Eve and get on your knees like this. Because if you look in Genesis chapter 2, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ we're going to read verse 23 through 25. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകും. ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയിരുന്നില്ല താനും. Now that very first verse that we read there, അവിടെ വായിച്ച ആദ്യത്തെ ആ വാക്യം തന്നെ, where he says, you are bone of my bone and flesh of my flesh. ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം. You may notice that it's set apart in your Bible sort of like a poem. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ആ വേദവാക്യം നിങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കവിത എഴുതിയിരിക്കുന്നത് പോലെയാണ് വാസ്തവത്തിൽ ആ വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുക. And some scholars believe that this is actually a song. ചില വേദപുസ്തക ചിന്തകന്മാര് ആ വാക്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, വിചാരിക്കുന്നത് അത് വാസ്തവത്തിൽ ഒരു പാട്ട് തന്നെയാണ്. That means that the very first song in the Bible is a love song from a husband to his wife. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ആദ്യം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് സ്നേഹവാനായ ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പാടുന്ന ഒരു സ്നേഹഗീതമാണ്. Now, I'm not going to ask this brother to sing to her. ഞാനത് അവളോട് പാടാൻ വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല. He's saying, thank you, I'm glad. അത് പറയാത്തതിന് വളരെ നന്ദി എന്നാണ് ഇപ്പോൾ സഹോദരന്റെ Because we മനസ്സിൽ. didn't practice the song. കാരണം അത് പാട്ടായിട്ട് ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തില്ല, അതുകൊണ്ടാണ് പാടിക്കാത്തത്. But it's a beautiful picture of a husband's love for his wife. എന്നാൽ ഒരു ഭർത്താവിന് അവന്റെ ഭാര്യയോടുള്ളതായിരിക്കുന്ന സ്നേഹത്തിന്റെ മനോഹരമായ ഒരു ചിത്രമാണ് വാസ്തവത്തിൽ ആ വാക്യം നമുക്ക് വെളിപ്പെടുത്തുന്നത്. And when he says, you are bone of my bone and flesh of my flesh, നീ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറയുമ്പോൾ he's celebrating the fact that they are equals. അവർ രണ്ടുപേരും തുല്യരാണെന്നുള്ള യാഥാർത്ഥ്യത്തെ അവനൊന്ന് ആഘോഷമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. And he's also expressing this tenderness and this romance and love toward his wife. അവന്റെ ഭാര്യയോടുള്ളതായിരിക്കുന്ന അവന്റെ സ്നേഹം, അവന്റെ ആർദ്രത, അവളോടുള്ളതായിരിക്കുന്ന അവന്റെ കനിവ്, അതെല്ലാം അവൻ അവിടെ ഒന്ന് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. Now, I don't know how romantic you are in your marriage. അത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ ആ പ്രതിഫലനങ്ങൾ ഏതൊക്കെ നിലകളിൽ നിങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ.